Hi all, today's topic Mikawa's voting algorithm. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു നമ്മളുടെ റിക്കാർഡ് ആൻഡ് അഗ്രവാലാസ് അൽഗോരിതം എന്തായിരുന്നു നോക്കുന്നുണ്ടോ? അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതം ആയിരുന്നു. അൽഗോരിതം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, ഒരു റിക്വസ്റ്റ് മെസ്സേജ്, റിപ്ലൈ മെസ്സേജ് എന്ന് പറയുന്ന മെസ്സേജ് പാസിങ്ങിലൂടെയാണ് നമ്മൾ ആ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ N-1, അതായത് ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകൾക്കും റിക്വസ്റ്റ് അയക്കുന്നു. ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകളിൽ നിന്നും ഇഫ് ദർ ആർ N പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ N-1 റിപ്ലൈകൾ ഈ ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് ചെയ്യപ്പെട്ട പ്രോസസ്സിന് കിട്ടിയാൽ മാത്രമാണ് അതിന് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ടൈം സ്റ്റാമ്പോട് കൂടിയുള്ള ഒരു റിക്വസ്റ്റാണ് അയക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മൾ ടൈം സ്റ്റാമ്പിൻ്റെ ബേസിസിലാണ് ഒരു പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ബാക്കി പ്രോസസ്സുകൾ അലോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു വോട്ടിംഗ് അൽഗോരിതം, അതായത് ആ വോട്ടിംഗ് ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പം വോട്ട് മാക്സിമം കിട്ടുന്ന ആൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾക്കാണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കോറം ബേസ്ഡ് അപ്രോച്ചാണിത്. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോറം ബേസ്ഡ് അപ്രോച്ചാണ്. നമ്മളിപ്പോൾ എന്താണ് നമ്മളുടെ റിക്കാർഡ് ആൻഡ് അഗ്രവാലാസ് അൽഗോരിതത്തിൽ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോസസ്സ് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകൾക്കും റിക്വസ്റ്റ് അയക്കുന്നു എന്നാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകളും അലോ ചെയ്ത് അല്ലെങ്കിൽ അവരെല്ലാം റിപ്ലൈ കിട്ടിയാൽ മാത്രമാണ് അയാൾ ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്, അല്ലേ? പക്ഷേ ഈ വോട്ടിംഗ് അൽഗോരിതത്തിൻ്റെ, മീക്കവാസ് വോട്ടിംഗ് അൽഗോരിതത്തിൻ്റെ കേസിൽ എന്താണ് ചെയ്യുന്നത്, ഒരു കോറം ബേസ്ഡ് അപ്രോച്ചാണ്. മീൻസ് എല്ലാ പ്രോസസ്സുകൾക്കുമല്ല, അതിൻ്റെ ഒരു സബ്സെറ്റ് ഓഫ് സൈറ്റ്സ് മീൻസ് പ്രോസസ്സ്, അല്ലേ? ഒരു ആ എല്ലാ സൈറ്റ്സുകൾക്കുമല്ല, ആ സൈറ്റ്സുകളുടെ ഒരു സബ്സെറ്റുകളിലേക്കാണ് ഈ റിക്വസ്റ്റ് പോകുന്നത്. എന്നിട്ട് ആ സബ്സെറ്റാണ് അല്ലെങ്കിൽ കോറമാണ് എന്ത് ചെയ്യുന്നത്, റിപ്ലൈ കൊടുക്കുന്നത് ഈ റിക്വസ്റ്റ് ചെയ്ത മെസ്സേജിന്. അതിനെയാണ്, അല്ലെങ്കിൽ ആ സബ്സെറ്റ് ഓഫ് സൈറ്റ്സിനെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പം കോറം ബേസ്ഡ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് സൈറ്റ്സ് റിക്വസ്റ്റ് പെർമിഷൻ ടു എക്സിക്യൂട്ട് ദി CS, അല്ലേ? ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സൈറ്റുകളും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സുകളും പെർമിഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എവിടെ നിന്നാണ്, എല്ലാ പ്രോസസ്സുകൾക്കുമല്ല, ഫ്രം എ സബ്സെറ്റ് ഓഫ് സൈറ്റ്സ് അല്ലെങ്കിൽ കോറത്തിലേക്കാണ് നമ്മൾ ആ റിക്വസ്റ്റ് അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷന് വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു 2 കോറംസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു കോമൺ സൈറ്റാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, എനി 2 കോറംസ് കണ്ടെയ്ൻ എ കോമൺ സൈറ്റ്. ഓക്കെ, ഈ കോമൺ സൈറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് അറ്റ് എ ടൈം ഒരാൾ മാത്രം, അല്ലേ? അതാണ് മേക്ക് ഷുവർ ചെയ്യുന്നത് ദാറ്റ് ഓൺലി 1 റിക്വസ്റ്റ് എക്സിക്യൂട്ട് ദ CS അറ്റ് എനി ടൈം, അല്ല? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ പിന്നെ എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒരാൾ അറ്റ് എ ടൈം മാത്രമേ എൻ്റർ ചെയ്യൂ എന്നുള്ളതിൻ്റെ ഒരു എൻഷുർ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഡിസ്കസ് ചെയ്തത് മുതൽ ഇതുവരെയുള്ള ഇതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്, അല്ലേ? കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി എൻഷുർ ദാറ്റ് ഓൺലി 1 റിക്വസ്റ്റ് എക്സിക്യൂട്ട്സ് ദി ക്രിട്ടിക്കൽ സെഷൻ അറ്റ് എനി ടൈം. ഓക്കെ, ഒരു സമയം ഒരാൾ മാത്രം. ദെൻ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, എല്ലാ പ്രോസസ്സുകളും എന്ത് ചെയ്യണം എന്നില്ല, സക്സസ് മീൻസ് ആക്സസ് ഗ്രാൻഡ് ചെയ്യണം എന്നില്ല. ബട്ട് ഇൻസ്റ്റഡ് എന്താണ്, നമ്മളൊരു ഒരു ഒരു പ്രോസസ്സ് പോലെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സൈറ്റ്സുകൾ പോലെ സബ്സെറ്റുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സുകൾ അല്ലെങ്കിൽ പിയേഴ്സിൻ്റെ അല്ലേ ആ ഒരു പ്രോസസ്സുകളുടെ സബ്സെറ്റുകളിലേക്കാണ് നമ്മൾ പെർമിഷൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പം ഒരു പ്രോസസ്സിന് മാക്സിമം വൺ അനദർ, അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാണ്. പ്രോസസ്സസ് ആസ് വോട്ടിംഗ് ഫോർ വൺ അനദർ ടു എൻ്റർ ദി CS, അല്ലേ? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടിംഗ് കൊടുക്കുകയാണ് ഓരോ പ്രോസസ്സുകളും. ഓരോ പ്രോസസ്സ് അങ്ങോട്ട് വോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വോട്ട് കൊടുക്കുന്നു. അതൊക്കെ എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയും, അല്ലേ? അപ്പം ഇതിപ്പം ഒരു പ്രോസസ്സ് വന്നു, അയാൾ റിക്വസ്റ്റ് ചെയ്തു, അയാൾക്ക് തിരിച്ച് അങ്ങോട്ട് എന്ത് ചെയ്തു, റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വോട്ട് ചെയ്യുക മീൻസ് യു എൻ്റർ ദി ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്സസ് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളൊരു വോട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പോകുന്നത്. അപ്പോൾ എന്താണ്,
അപ്പം കാൻഡിഡേറ്റ് അല്ലേ, നമ്മൾ ആ ഒരു അയച്ച പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്ത ആൾ നമുക്ക് കാൻഡിഡേറ്റ് പ്രോസസ്സ് എന്ന് വിളിക്കാം. അതിന് സഫിഷ്യൻറ്റ് വേർഡ്സ് കിട്ടിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് കിട്ടിയാൽ മാത്രമാണ് യൂഷ്വലി അത് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ആവുള്ളൂ. ഒബിയസ്ലി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഓക്കെ, സോ അത് തന്നെയാണ് പറയുന്നത്. എന്താണ് പ്രോപ്പർട്ടി ME1 സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഓൺലി വൺ കാൻഡിഡേറ്റിന് മാത്രമാണ് ഒരു പ്രോസസ്സിന് അല്ലേ, ഒരു സബ്സെറ്റ് ഓഫ് സൈറ്റ്സുകൾ അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് പ്രോസസ്സുകൾ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഒരു പ്രോസസ്സിന് തിരിച്ച് മറ്റേ പ്രോസസ്സിലേക്ക് ഒറ്റ വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പാരലലായിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് P3-നോടോ റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ അതൊരു ഹെൽഡ് സ്റ്റേറ്റിലാണ് നിൽക്കുക. ഓക്കെ, ഇവിടുന്ന് ഒരു റിപ്ലൈ കിട്ടി അത് റിലീസ് ചെയ്താൽ മാത്രമാണ് മറ്റേ പ്രോസസ്സിന് അപ്പം റിക്വസ്റ്റ് കിട്ടിയ പ്രോസസ്സ് എന്ത് ചെയ്യുള്ളൂ, വോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അറ്റ് എ ടൈം ഒരാൾ എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ലോജിക് സെയിം കൺസെപ്റ്റ് തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിരിക്കുകയെന്ന് മാത്രം. ദെൻ ഈ ഒരു അൽഗോരിതത്തിലുള്ളത് എന്തൊക്കെയാണ്, നമ്മളുടെ റിക്വസ്റ്റ്, റിപ്ലൈ, റിലീസ് എന്ന് പറയുന്ന ഈ 3 മെസ്സേജസ് ആണ് ഉള്ളത്. ഓക്കെ, റിക്വസ്റ്റ്, റിപ്ലൈ, റിലീസ്. ഇത് നമുക്ക് ആ ഒരു പേരിൽ തന്നെ മനസ്സിലാവും. ഒരു സൈറ്റ് റിക്വസ്റ്റ് മെസ്സേജസ് ആണ് ബാക്കിയുള്ള സൈറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഒരു കോറത്തിലേക്ക് അല്ലേ, ഒരു സബ്സെറ്റിലേക്ക് അല്ലെങ്കിൽ റിക്വസ്റ്റ് സെറ്റിലേക്ക് നമ്മൾ അയക്കുന്നത് ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്ന മെസ്സേജാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാനുള്ള പെർമിഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സൈറ്റ് ക്യാൻ സെൻഡ് എ റിപ്ലൈ മെസ്സേജ് അയക്കാൻ പറ്റും. റിക്വസ്റ്റ് ആരെന്നാണോ വന്നത് അവർക്കൊരു റിക്വസ്റ്റ് ചെയ്ത പ്രോസസ്സുകൾ അല്ലെങ്കിൽ റിക്വസ്റ്റിംഗ് സൈറ്റിലേക്ക് നമുക്ക് എന്ത് അയക്കാൻ പറ്റും, റിപ്ലൈ മെസ്സേജ് അയക്കാൻ പറ്റും. എന്താണ്, പെർമിറ്റഡ് ടു എൻ്റർ ഇൻ ടു ദി ക്രിട്ടിക്കൽ സെഷൻ എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്ലൈ മെസ്സേജ് അയക്കുന്നു. റിലീസ് ചെയ്യപ്പോഴാണ് നമ്മൾ ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ആയിട്ട് ഒരു എക്സിറ്റ് ചെയ്യുന്ന സമയത്താണ് റിലീസ് എന്ന് പറയുന്ന മെസ്സേജ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഇനി അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ടു എൻ്റർ ക്രിട്ടിക്കൽ സെഷൻ എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ അപ്പം ഓരോ സൈറ്റ് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സുകൾ SI എന്ന് പറയുന്ന സൈറ്റ് വെച്ചിട്ടൊക്കെ പറയുകയാണ്. വെൻ എ സൈറ്റ് SI വാണ്ട്സ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷനിലേക്ക് എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ SI എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് അയക്കുന്നു. റിക്വസ്റ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് റിക്വസ്റ്റ് I. എന്തിനു വേണ്ടി, ടു ഓൾ അതർ സൈറ്റ്സ് ഇൻ ദ റിക്വസ്റ്റ് സെറ്റ് അല്ലെങ്കിൽ കോറം സെറ്റ് അല്ലെങ്കിൽ കോറത്തിലുള്ള അല്ലെങ്കിൽ റിക്വസ്റ്റ് സെറ്റിലുള്ള അതിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നു. ഓക്കെ, അപ്പം ഈ റിക്വസ്റ്റ് സെറ്റിലുള്ള ഒരുപാട് വേറെ സൈറ്റുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. സപ്പോസ് ഇറ്റ് ഈസ് SJ ആണെന്ന് വിചാരിക്കുക. ഈ SJ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് റിട്ടേൺസ് എ റിപ്ലൈ മെസ്സേജ്. അത് തിരിച്ചെന്തായിരിക്കുന്നു, ഒരു റിപ്ലൈ മെസ്സേജ് അയക്കുന്നു. ആൻഡ് മെസ്സേജ് ടു സൈറ്റ് S1 അല്ലേ, റിപ്ലൈ അയക്കുന്നു. ആർക്കാണ് അയക്കുന്നത്, SIയിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ഓക്കെ, റിപ്ലൈ മെസ്സേജ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിലേക്ക് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അയക്കുന്നത്, ടു ദി സൈറ്റ് ഫ്രം ദി ടൈം ഇറ്റ് റിസീവ്ഡ് ദി ലാസ്റ്റ് റിലീസ് അല്ലേ. ഈ SJ എന്ന് പറയുന്ന ആൾ വേറൊരാൾക്കെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ട്, വേറൊരു SK എന്ന് പറയുന്ന സൈറ്റിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ അത് റിലീസ് ചെയ്തു, ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്തു, ക്രിട്ടിക്കൽ സെഷൻ യൂസ് ചെയ്തു. റിലീസ് എന്ന് പറയുന്ന മെസ്സേജ് അയാൾ അയച്ച് അത് ഇയാൾക്ക് റിസീവ് ചെയ്താൽ മാത്രമേ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു പ്രോസസ്സിന് റിപ്ലൈ അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് അല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അതിനവിടെ ഒരു ക്യൂ അപ്പ് ചെയ്യും ആ റിക്വസ്റ്റ് സൈറ്റിൽ അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് സെറ്റിൽ. അതിനങ്ങനെ ക്യൂ ആയിട്ട് എടുത്തു വെക്കും. ഓക്കെ, ക്യൂവിൽ നമ്മൾ എടുത്തു വെക്കും. ഓക്കെ, അപ്പം ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ സെഷനെ നമുക്ക് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ആവുന്നു, റിപ്ലൈ മെസ്സേജ് കിട്ടുന്നതാണ് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ആവുന്നു. ഓക്കെ, ദെൻ റിലീസ് അപ്ലൈ ചെയ്യുന്നത് ക്രിട്ടിക്കൽ സെഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ റിലീസ് എന്ന് പറയുന്ന മെസ്സേജ് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് സെറ്റിലേക്ക് അല്ലെങ്കിൽ കോറം സെറ്റിലേക്ക് അയക്കുന്നു അല്ലേ, റിലീസ് I എന്ന് പറയുന്ന മെസ്സേജ്. ഓക്കെ, അപ്പം SJ എന്ന് പറയുന്ന ആൾ റിലീസിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെയുള്ള SJ എന്ന് പറയുന്ന പ്രോസസ്സിന് റിലീസ് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, SJ എന്ത് ചെയ്യും, അവിടെ ക്യൂവിലുള്ള ഏതെങ്കിലും റിക്വസ്റ്റ് അയച്ചിട്ടുള്ള സൈറ്റുകളിലേക്ക് എന്തയക്കുന്നു, റിപ്ലൈ മെസ്സേജ് അയക്കുന്നു. ഓക്കെ, ക്യൂ empty ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, SJ അപ്ഡേറ്റ് ഇറ്റ് സ്റ്റാറ്റസ് ടു ഷോ ദാറ്റ് ഇറ്റ് ഹാസ് നോട്ട് സെൻഡ് എനി റിപ്ലൈ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ SJ എന്ന് പറയുന്ന ആൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അയാൾ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല, റിപ്ലൈ ചെയ്തിട്ടില്ല, മീൻസ് വോട്ട് ചെയ്തിട്ടില്ല. റിലീസ് മെസ്സേജ് കിട്ടിയിട്ടും ലാസ്റ്റ് റിലീസ് മെസ്സേജ് കിട്ടിയിട്ടും ആർക്കും വേണ്ടി വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ റിപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ അവിടെ ചെയ്യും. ഓക്കെ, ദെൻ സിമ്പിൾ കൺസെപ്റ്റ് ആണ്.
ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അൽഗോരിതം നമുക്ക് നോക്കാം. ആദ്യം എന്തായിരുന്നു, റിലീസ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റും വോട്ടഡ് ഫോൾസ് ആണ് അല്ലേ, ആർക്കും വോട്ട് ചെയ്തിട്ടില്ല, അല്ല റിലീസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വോട്ടിംഗ് എപ്പോഴാണ് തുടങ്ങുന്നത്, PI എന്ന് പറയുന്ന ഒരാൾക്ക് PI എന്ന് പറയുന്ന പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ അല്ലേ, വാണ്ടഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, PI എന്ന് പറയുന്ന അല്ലെങ്കിൽ VI എന്ന് പറയുന്ന കോറം സെറ്റിലേക്ക് അല്ലെങ്കിൽ വോട്ടഡ് സെറ്റ് എന്ന് പറയും, അതിലേക്ക് മൾട്ടികാസ്റ്റ് ചെയ്യപ്പെടുന്നു റിക്വസ്റ്റുകൾ അല്ലേ, റിക്വസ്റ്റ് മൾട്ടികാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ VIയിലുള്ള എല്ലാവർക്കും ആ ഒരു സബ്സെറ്റ് ഓഫ് പ്രോസസ്സിൽ എല്ലാ പ്രോസസ്സുകൾക്കും ആ റിക്വസ്റ്റ് വരുന്നു. അതാണ് അവിടെ മൾട്ടികാസ്റ്റ് എന്ന് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ PI എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുന്നു അല്ലേ, വെയിറ്റ് അൺടിൽ ദ നമ്പർ ഓഫ് റിപ്ലൈസ് റിസീവ്ഡ് അല്ലേ, ഇവിടെ ഈ VIയിലുള്ള അല്ലെങ്കിൽ വോട്ടിംഗ് സെറ്റിൽ അല്ലെങ്കിൽ കോറത്തിലുള്ള എല്ലാ റിപ്ലൈകളും റിലീസ് ആവുന്നത് വരെ, റിപ്ലൈസ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെൽഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ PIക്ക് റിക്വസ്റ്റ് കിട്ടി. അപ്പം റിക്വസ്റ്റ് കിട്ടി അല്ലെങ്കിൽ ഹെൽഡ് അല്ലെങ്കിൽ വോട്ടഡ് എന്ന് പറയുന്നത് എന്താ, ഓൺ റെസിപ്പിയൻ്റ് ഓഫ് എ റിക്വസ്റ്റ് ഫ്രം PI. ഓക്കെ, റിക്വസ്റ്റ് അയച്ചു, PI റിക്വസ്റ്റ് അയച്ചു എന്നൊക്കെയാണ്. ഇത് നമ്മളുടെ ഒരു റിപ്ലൈ കിട്ടിയിട്ട് റിക്വസ്റ്റ് അയച്ചു കേട്ടോ, PI അറ്റ് PJയിൽ കിട്ടിയാൽ PJ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ PI അയക്കുന്ന കാര്യമാണ് പറഞ്ഞത്. PJ എന്ന് പറയുന്ന ഈ ഒരു കോറം സെറ്റിലുള്ള അല്ലെങ്കിൽ വോട്ടഡ് സെറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ റിപ്ലൈ ചെയ്യുന്നു. റിപ്ലൈ ചെയ്യാന്ന് പറയുന്നത് അയാൾ വോട്ട് ചെയ്യുന്നു. വോട്ടഡ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും. ഓക്കെ, ക്യൂ റിക്വസ്റ്റ് ഫ്രം PI വിത്തൗട്ട് റിപ്ലൈയിങ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് റിപ്ലൈ ചെയ്യാത്തൊരവസ്ഥ എപ്പോഴാണ്, വിത്തൗട്ട് റിപ്ലൈ ചെയ്യാതിരിക്കുന്നത് എപ്പോഴാണ്, റിക്വസ്റ്റിനെ ക്യൂ ചെയ്യുന്നു ഫ്രം PIയിൽ നിന്ന് വിത്തൗട്ട് റിപ്ലൈയിങ്. എന്താണ്, വോട്ടഡ് ഈസ് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഈ PJ എന്ന് പറയുന്ന ആൾ വേറെ ആർക്കോ വോട്ടഡ് ചെയ്തിട്ടുണ്ട്. PJൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, വോട്ടഡിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്രൂ എന്ന് സെറ്റ് ചെയ്ത് വെച്ച് ദാറ്റ് മീൻസ് PJ ഈസ് വോട്ടഡ് ടു സം വൺ എൽസ്, സം അനദർ പ്രോസസ്സസ് or gave reply to some other processes means അത് ഓൾറെഡി വോട്ടഡ് ആണ്, അതിൻ്റെ വോട്ടഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ റിപ്ലൈ ചെയ്യാതെ PJ റിപ്ലൈ ചെയ്യാതിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വോട്ടഡ് ട്രൂ അല്ല, ദാറ്റ് മീൻസ് വോട്ടഡ് ഫോൾസ് ആണ്, PJ ക്യാൻ റിപ്ലൈ, ദാറ്റ് മീൻസ് PJ സെൻഡ് റിപ്ലൈ ടു PI എന്ന് പറയുന്നതിലേക്ക് റിപ്ലൈ അയക്കുന്നു. നമ്മളുടെ വോട്ടഡ് എന്ന് പറയുന്നത് ട്രൂ ആക്കി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ എക്സിറ്റ് ക്രിട്ടിക്കൽ സെഷനിൽ നിന്ന് അപ്പം ട്രൂ ആക്കി സെറ്റ് ചെയ്തു. PIക്ക് എന്ത് കിട്ടി, വോട്ട് കിട്ടി, മാക്സിമം വോട്ട് കിട്ടിയപ്പോൾ നമ്മളെ PI ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ആയി. എന്നിട്ട് എൻ്റർ ആയിട്ട് ബാക്കി ക്രിട്ടിക്കൽ സെഷനിലെ റിസോഴ്സസിനെല്ലാം യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യാണ്. അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി ചെയ്യുമ്പം സ്റ്റേറ്റ് റിലീസ്ഡ് ആണ് അല്ലേ. അപ്പം ഈ റിലീസ്ഡ് എന്ന് പറയുന്ന മെസ്സേജ് നമ്മൾ ഈ കോറം സെറ്റിലേക്ക് അല്ലെങ്കിൽ ഈ വോട്ടിംഗ് സെറ്റിലേക്ക് പോകുന്നു. റിലീസ്ഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പോകുന്നു. അപ്പോൾ ഇവിടെയുള്ള PJ എന്ന് പറയുന്ന പ്രോസസ്സുകൾക്ക് റിലീസ് എന്ന് പറയുന്ന മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ PJക്ക് ഒരു ക്യൂ ഉണ്ടായിരിക്കും അല്ലേ. ആ ക്യൂവിൽ അതിന് ഇതുപോലെ വേറെ ആരെങ്കിലും റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇവിടെ ഇങ്ങനെ ക്യൂവിലാക്കി ഇട്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ക്യൂ ഓഫ് റിക്വസ്റ്റ് ഈസ് നോൺ എംപ്റ്റി, ദാറ്റ് മീൻസ് ആരൊക്കെയോ ക്യൂവിലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം നമ്മളുടെ PJ എന്ത് ചെയ്യും, അതിൻ്റെ ഹെഡിനെ റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹെഡിന് എന്ത് കൊടുക്കും, റിപ്ലൈ കൊടുക്കും അല്ലേ. അല്ലെങ്കിൽ ഹെഡിന് ആ ഹെഡിലുള്ള അല്ലെങ്കിൽ ആരാണോ ആ ഇപ്പോൾ PR എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവിടെ ക്യൂവിലുള്ളത് എങ്കിൽ PRനെ എടുത്തിട്ട് PRന് വോട്ട് ചെയ്യും അല്ലേ. റിലീസ് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ക്യൂവിലേക്ക് പോകുന്നു. ക്യൂവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക അല്ല. അപ്പോൾ വോട്ടഡ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വോട്ടഡ് ഈസ് ഈക്വൽ ടു ഫോൾസ്. ഓക്കെ, സിമ്പിൾ കൺസെപ്റ്റ് ആണ്. വോട്ടഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. മറ്റേ അതിൻ്റെ മുന്നത്തെ നമ്മൾ റിക്കാർട്ട് ആൻഡ് അഗ്രവാലാസ് അൽഗോരിതം ഇതും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ആണ്. ബട്ട് ലോജിക് ഈസ് ദ സെയിം. ഓക്കെ, സ്റ്റേറ്റുകളും കാര്യങ്ങളും ഒക്കെ സെയിം ആണ് കേട്ടോ. അടുത്തത് ആ ഒരു മെസ്സേജിൻ്റെ കോംപ്ലക്സിറ്റി ആണ് പറയുന്നത്. നമ്മൾ എന്താണ് ഒരു സബ്സെറ്റ് ഓഫ് സൈറ്റ്സിലേക്കാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം റിക്വസ്റ്റ് മെസ്സേജ് റൂട്ട് ആൻഡ് റിക്വസ്റ്റ് മെസ്സേജാണ് അയക്കുന്നത്, റൂട്ട് ആൻഡ് റിപ്ലൈ മെസ്സേജാണ് തിരിച്ചു വരുന്നത്, ആൻഡ് ഓൾസോ റിലീസ് മെസ്സേജ് റൂട്ട് ആണ്. ഒരു കോംപ്ലക്സിറ്റി പറയാൻ വേണ്ടിയിട്ട്. ദെൻ ഇതേപോലെ മിക്കവാഴ്സ് അൽഗോരിതത്തിൻ്റെ എന്താണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് പ്രോൺ ആണ് അല്ലേ. ഇത് കംപ്ലീറ്റ് ഒരു ഡെഡ് ലോക്ക് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി ലോക്ക്ഡ് ബൈ അതർ സൈറ്റ്സ് ആൻഡ് റിക്വസ്റ്റ് ആർ നോട്ട് പ്രയോറൈറ്റൈസ്ഡ്. നമ്മളിവിടെ ടൈം സ്റ്റാമ്പുകളൊന്നും വെച്ചിട്ട് പ്രയോറൈറ്റൈസ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഡെഡ് ലോക്ക് ആവാനുള്ള ഒരു ചാൻസ് വളരെ, അപ്പം അതുകൊണ്ടാണ് അതിനെ ഡെഡ് ലോക്ക് പ്രോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്കിനി അടുത്തത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇലക്ഷൻ അല്ലേ. ഇലക്ഷൻ അൽഗോരിതമാണ്. ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു
എന്താണ് ഏരിയ ആണ് പറയുന്നത്. ഇലക്ഷൻ മീൻസ് ഈ വോട്ടിങ്ങിൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെ. ഇലക്ഷൻ നമുക്കറിയാലോ, ഒരു കാൻഡിഡേറ്റിന് മാക്സിമം വോട്ട് കൊടുക്കുന്നു, അയാൾ ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ആവുന്നു, സെയിം കൺസെപ്റ്റ്. ഇപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ അൽഗോറിതം, അതായത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ഷൻ അൽഗോറിതമാണ്. ഇതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താക്കാണ്, ഒരു കോർഡിനേറ്ററായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ കോർഡിനേറ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാരണത്താൽ ക്രാഷായി പോയാൽ, ദാറ്റ് മീൻസ് ആ കോർഡിനേറ്റർ പ്രോസസ്സ് അവിടെ ക്രാഷായി പോയി കഴിഞ്ഞാൽ പുതിയ കോർഡിനേറ്ററിനെ അവിടെ സെലക്ട് ചെയ്യും, പുതിയ കോർഡിനേറ്ററിനെ അവിടെ എലക്ട് ചെയ്യും. ഓക്കെ, എലക്റ്റഡ് ഓൺ അതർ പ്രോസസ്. ദെൻ ഇലക്ഷൻ അൽഗോറിതം ബേസിക്കലി ഡിറ്റർമൈൻസ് വേർ എ ന്യൂ കോപ്പി ഓഫ് കോർഡിനേറ്റർ ഷുഡ് ബി റീസ്റ്റാർട്ടഡ്. ഓക്കെ, അടുത്ത ഒരു ആൾ അല്ലെങ്കിൽ കോർഡിനേറ്ററിനെ സെലക്ട് ചെയ്യുന്നു, ആദ്യം മുതൽ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇലക്ഷൻ അൽഗോറിതം അസ്യൂംസ് ദാറ്റ് എവറി ആക്റ്റീവ് പ്രോസസ് ഇൻ ദ സിസ്റ്റം ഹാസ് എ യൂണീക്ക് പ്രയോറിറ്റി നമ്പർ. ഓക്കെ, അതായത് ഇലക്ഷൻ അൽഗോറിതത്തിൽ പറയുന്നത് ഓരോ പ്രോസസ്സുകൾക്കും അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഓരോ പ്രോസസ്സുകൾക്കും അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സിൽ നിന്ന് ഒരാളെ നമ്മൾ കോർഡിനേറ്ററായിട്ട് സെലക്ട് ചെയ്യുന്നു, അയാൾക്കൊരു യുണീക്ക് പ്രയോറിറ്റി നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഇലക്ഷൻ അൽഗോറിതത്തിൽ 2 ടൈപ്പാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും കൂടി പറയുന്നത്, ഒരു പുതിയ കോർഡിനേറ്ററിനെ സെറ്റ് ഓഫ് ഇതിന് ഒരു ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ദ പ്രോസസ് വിത്ത് ഹയസ്റ്റ് പ്രയോറിറ്റിനെയാണ് നമ്മൾ കോർഡിനേറ്ററായിട്ട് സെലക്ട് ചെയ്യുന്നത്, അല്ലേ? ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി നമ്പർ ഉണ്ട്. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള അതിനെയാണ് നമ്മൾ പുതിയ കോർഡിനേറ്ററായിട്ട് സെലക്ട് ചെയ്യുക. കോർഡിനേറ്റർ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഹയസ്റ്റ് കോർഡിനേറ്റർ ഉള്ളതിനെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എലക്ട് ചെയ്യുന്നു, എലക്ഷൻ അല്ലെങ്കിൽ എലക്ട്സ് ചെയ്യുന്നു. Then this number is sent to every active process in the distributed system. അതായത് പുതിയൊരു കോർഡിനേറ്റർ എടുത്ത് അയാളുടെ പ്രയോറിറ്റി നമ്പർ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ആ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകൾക്കും നമ്മൾ ആ ഒരു നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കും, അല്ലേ? എല്ലാവർക്കും അറിയണ്ട നമ്മളെ കോർഡിനേറ്റർ ആരാണെന്ന്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഈ ഇലക്ഷൻ അൽഗോറിതം ആർ ഓഫ് 2 ടൈപ്സ്, ബള്ളി അൽഗോറിതം ആൻഡ് റിംഗ് അൽഗോറിതം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് റിംഗ് അൽഗോറിതമാണ്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോറിതം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോറിതം ടു ചൂസ് എ യുണീക്ക് പ്രോസസ്സസ് ടു പ്ലേ എ പെർട്ടിക്കുലർ റോൾ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രോസസ്സിന് ഒരാളെ സെലക്ട് ചെയ്യുക, അതായത് യുണീക്ക് പ്രോസസ്സിന് ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ റോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇലക്ഷൻ അൽഗോറിതത്തിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയാണ് ഇലക്ഷൻ അൽഗോറിതം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു സെൻട്രൽ സെർവർ, ഒരു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഒരു സെൻട്രൽ സെർവർ എടുത്ത് നമ്മൾ ആ ഒരു അൽഗോറിതം ഇതിന് മുന്നേ പഠിച്ചതാണ്. സെൻട്രൽ സെർവർ അൽഗോറിതം പഠിച്ചില്ലേ? അവിടെ എന്തായിരുന്നു, ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെർവർ ആക്കിയിട്ട് എടുത്തത്, അല്ലേ? അപ്പം അത് എല്ലാവരും എഗ്രി ചെയ്യണം. ഓക്കെ, അത് ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം എഗ്രി ചെയ്യണം ദാറ്റ് ദിസ് ഈസ് ദ സെർവർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ സെർവർ അല്ലെങ്കിൽ ആ പ്രോസസ്സിന് റിട്ടയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അടുത്തൊരാളെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇലക്ഷന് നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യാറ്, അതേപോലെ. അപ്പം അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് E1 എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും E2 എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സേഫ്റ്റിയും ലൈവ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. നമുക്കൊരു പാർട്ടിസിപ്പൻറ്റ്, അപ്പം ഇനി നമ്മളിങ്ങനെ പാർട്ടിസിപ്പൻ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. പാർട്ടിസിപ്പൻറ്റ് PI അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ നമ്മൾ പാർട്ടിസിപ്പൻ്റ് എന്ന് വിളിക്കാം. P ഈസ് ഈക്വൾ ടു അല്ലെങ്കിൽ PI ഇലക്റ്റഡ് ഈക്വൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഇലക്റ്റഡ് ഈക്വൾ ടു P മീൻസ് ഒരു പാർട്ടിസിപ്പൻ്റാണ്, ഇലക്റ്റഡ് പാർട്ടിസിപ്പൻ്റായിട്ട് നമ്മൾ ഇലക്ട് ചെയ്തിരിക്കുന്നത് P എന്ന് പറയുന്നതാണെങ്കിൽ അത് ഒരു ഇങ്ങനെയാണ് നോൺ ക്രാഷ്ഡ് പ്രോസസ്സ് ആയിരിക്കണം ആൻഡ് വിത്ത് ലാർജസ്റ്റ് ഐഡൻറ്റിഫയർ. അതാണ് ആദ്യത്തെ കാര്യം വേണ്ടത്. ഒന്ന് നോൺ ക്രാഷ്ഡ് പ്രോസസ്സും ദെൻ അതിന് ഒരു ലാർജസ്റ്റ് ഐഡൻറ്റിഫയറും ഉണ്ടായിരിക്കണം, അല്ലേ? ഐഡൻറ്റിഫയർ കൂടുതലുള്ള ആളെയാണ് നമ്മൾ എലക്ട് ചെയ്യുന്നത്. ദെൻ PI എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ഷൻ പ്രോസസ് ആൻഡ് ഇവൻച്വലി, അതായത് നമ്മളത് ക്രാഷ് ആവാൻ പാടില്ല, ലൈവ്നെസ് ആണ്, ആക്റ്റീവായിട്ടുള്ളതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ദ റിംഗ് അൽഗോറിതം എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ നമ്മളിനി ഒരു റിംഗ് അൽഗോറിതം, ഇലക്ഷൻ്റെ റിംഗ് അൽഗോറിതമാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു റിംഗ് അൽഗോറിതം എന്താണ് ഇതിൻ്റെ മുന്നേ പഠിച്ചിരുന്നു. അപ്പം ഇലക്ഷൻ ബേസ്ഡ് ഉള്ള റിംഗ് അൽഗോറിതം എന്തായിരിക്കും എന്നുള്ളത്, നമ്മളൊരു സൈക്കിൾ പോലെ കുറച്ച് പ്രോസസ്സുകൾ നമ്മൾ അൽഗോറിതം ക്രിട്ടിക്കൽ സെഷനിൽ ആർക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സെയിം ലോജിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ഷൻ്റെ ഒരു അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെടുന്നു ഒരു പ്രയോറിറ്റി നമ്പർ അനുസരിച്ച് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ലോജിക്കൽ റിങ്ങിലാണ് പ്രോസസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ ദിസ് അൽഗോറിതം വി അസ്യൂം ദാറ്റ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രോസസ് ആർ യൂണി ഡയറക്ഷണൽ, അല്ലേ? ഓരോ പ്രോസസ്സ് തമ്മിലെ ലിങ്ക് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് പോകുന്നത്. ആൻഡ് ഓൺ ഇറ്റ്സ് റൈറ്റ് ഓൺലി ക്യാൻ മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്നത് അടുത്ത പ്രോസസ്സ്, ഒരു പ്രോസസ്സിന് അടുത്ത പ്രോസസ്സിലേക്ക് മെസ്സേജ് ചെയ്യാൻ ഒരു ലോജിക്കൽ റിംഗ് അല്ലേ? ഓക്കെ, ഒരു ലോജിക്കൽ റിംഗ് ആണ്. സോ ഒന്നിന് അടുത്തതിലേക്ക് ഒരു അതിൻ്റെ എന്താണ് മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്നത് ഓൺ ഇറ്റ്സ് റൈറ്റ് ഓൺലി.
പിന്നെ അതായത് സിസ്റ്റം ഫെയിലിയർ ഇല്ല, ഒരു അസിൻക്രോണസ് സിസ്റ്റം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. നമുക്ക് നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേറ്ററിനെ സെലക്ട് ചെയ്യണം എന്ന് പറയുന്നതാണ്. അതിന് ലാർജസ്റ്റ് ഐഡൻറ്റിഫയറും ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ലോജിക്കൽ റിങ്ങിൽ പ്രോസസ്സുകളെ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കോർഡിനേറ്ററിനെയാണ്. കോർഡിനേറ്റർ മീൻസ് ഒരു സിംഗിൾ പ്രോസസ് കോർഡിനേറ്റർ, അതിന് പ്രയോറിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ ലാർജസ്റ്റ് ഐഡൻറ്റിഫയർ, അതിൻ്റെ വാല്യൂ ലാർജസ്റ്റ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് മാക്സിമം എന്താണ്, അതിനൊരു നമ്പറാണത്. അപ്പം അതിനാണ് ബാക്കിയുള്ള പ്രോസസ്സിനെക്കാട്ടിലും നമ്പർ കൂടുതലുള്ളത്. ഓക്കെ, അതാണ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അയാൾക്കാണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള ഇതെന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഒരു പ്രയോറിറ്റി നമ്പർ ഉണ്ടാവും. ആക്റ്റീവായിട്ടുള്ള എല്ലാ പ്രോസസ്സ്, ആ സിസ്റ്റത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള എല്ലാ പ്രോസസ്സിൻ്റെയും ഒരു ആക്റ്റീവ് നമ്പർ ഉണ്ടായിരിക്കും ആ ഒരു ലിസ്റ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് റിങ് ബേസ്ഡ് ഇലക്ഷൻ്റെ അൽഗോരിതത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എല്ലാ പ്രോസസ്സുകളും എന്താണ്, ഒന്നുമല്ല, അവരൊക്കെ നോൺ പാർട്ടിസിപ്പൻസ് ആണ്. ഇവഞ്ച്വലി എല്ലാ പ്രോസസ്സുകളും പാർട്ടിസിപ്പൻ്റ് അല്ല. പാർട്ടിസിപ്പൻ്റ് മീൻസ് അവർ ആ ഒരു ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് പ്രോസസ്സ്, അപ്പം ബിഗിനിങ്ങിൽ ആരും എന്താണ്, എല്ലാവരും എന്താണ്, നോൺ പാർട്ടിസിപ്പൻസ് ആണ്. Okay, then the starting process marks itself as participant and places identifier. അല്ലേ, അപ്പം ഓരോരുത്തർക്കും ഓരോ പ്രോസസ്സുകൾക്കും ഓരോ ഐഡൻറ്റിഫയർ ഉണ്ട്. ഓക്കെ, നമ്മൾ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ഒരു ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രോസസ്സിന് ഒരു ഐഡൻറ്റിഫയർ എടുത്തു, അല്ലെങ്കിൽ അയാൾക്കൊരു നമ്പർ ഉണ്ട്. പ്രോസസ് റിസീവ്സ് എ മെസ്സേജ് ആൻഡ് കമ്പയർ. അപ്പം അടുത്ത ആൾ ആ ഒരു നമ്പറോട് കൂടി, അപ്പം ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് സപ്പോസ് 17 എന്ന് പറയുന്നതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രോസസ്സ്. 17 24 ആ അയാളുടെ ഒരു മെസ്സേജ് അയക്കണം. ആ മെസ്സേജിൽ 17ൻ്റെ നമ്പറും കൂടിയുള്ള ഒരു മെസ്സേജാണ് 24ലേക്ക് അയക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു പ്ലേസ് ഇറ്റ്സ് ഐഡൻറ്റിഫയർ ഇൻ എ മെസ്സേജ് ടു ഇറ്റ്സ് നൈബർ. അല്ലേ, 24 അതിൻ്റെ ഐഡൻറ്റിഫയർ നമ്പറും വെച്ചിട്ടുള്ള ഒരു മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നമ്മൾ 24 എന്ത് ചെയ്യും, കിട്ടിയ മെസ്സേജും അയാളുടെ, അപ്പോൾ 24നും ഇറ്റ്സ് ഓൺ ഐഡൻറ്റിഫയർ ഉണ്ടാവും. അയാളുടെ നമ്പറും കിട്ടിയ നമ്പറും തമ്മിലൊന്ന് കമ്പയർ ചെയ്യും. ഓക്കെ, ഈ കമ്പയർ ചെയ്ത നമ്പറാണ് ലാർജർ എങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് പാസസ് ഓൺ ദി മെസ്സേജ്, ആ മെസ്സേജ് പാസ് ചെയ്യും. ഓക്കെ, ഈ വന്നിരിക്കുന്ന നമ്പർ സ്മോളർ ആണെങ്കിൽ നമ്മൾ റിസീവർ എന്ത് ചെയ്യും, ആൻഡ് റിസീവർ ഈസ് നോട്ട് എ പാർട്ടിസിപ്പൻറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട്. റിസീവർ എന്ത് ചെയ്യും, അപ്പം പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ 17 ആയിരുന്നു അല്ലേ. അപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിഫയർ സ്മോളർ ആണെന്നുണ്ടെങ്കിൽ ഈ 24 എന്ത് ചെയ്യും, അയാളുടെ നമ്പർ മെസ്സേജിലാക്കിയിട്ട് ഫോർവേഡ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഫോർവേഡ് ദ മെസ്സേജ് ഇഫ് ഇറ്റ് ഈസ് ഇപ്പം ഓൾറെഡി ഇതൊരു പാർട്ടിസിപ്പൻ്റ് ആണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഈ 24 എന്ന് നമ്മളിപ്പോൾ റിംഗ് അല്ലേ, ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, അപ്പം ഇതേപോലെ റിംഗ് പോലെ ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ വരുന്ന ആൾ ഇപ്പോൾ 17ലേക്കാണ്, ഇപ്പോൾ അവസാനം ഇതിൽ കൂടെ എത്തി വീണ്ടും 17ലേക്ക് തന്നെയാണ് എത്തിയതെങ്കിൽ അതെന്ത് ചെയ്യില്ല, ഫോർവേഡ് ചെയ്യില്ല. ഓക്കെ, അപ്പം അല്ലാന്നുണ്ടെങ്കിൽ, കുറവാണെന്നുണ്ടെങ്കിൽ അയാളുടെ നമ്പർ വെച്ചിട്ട് ഫോർവേഡ് ചെയ്യുന്നു. ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്നത് തന്നെ ഫോർവേഡ് ചെയ്യും. ഓക്കെ, ദ പ്രോസസ് മാർക്സ്, ഓരോ പ്രാവശ്യം ഓൺ ഫോർവേഡിംഗ് ഓഫ് എനി കേസ് ദ പ്രോസസ് മാർക്സ് ഇറ്റ് സെൽഫ് ആസ് എ പാർട്ടിസിപ്പൻറ്റ്. ഇഫ് ദി റിസീവ്ഡ് അയാളുടെ ഓരോ പ്രാവശ്യം പാസ് ചെയ്യുന്ന സമയത്ത് ഓരോരോ പ്രോസസ്സുകൾ എന്താവും, പാർട്ടിസിപ്പൻറ്റ്, ആ ഒരു ഇലക്ഷനിൽ അവരും പാർട്ടിസിപ്പൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. If the received identifier is that of the receiver itself, then this process identifier must be the greatest. അല്ലേ, received identifier എന്ന് പറയുന്നത് ഈ ഒരു 17 തന്നെയാണ് റിസീവ് ചെയ്യപ്പെടുന്ന ഐഡൻറ്റിഫയർ എങ്കിൽ അയാൾക്കായിരിക്കും എന്തുണ്ടായിരിക്കുക, ഹയസ്റ്റ് നമ്പർ ആ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സിൽ ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാവും. സോ അതാണ് കോർഡിനേറ്റർ. ഓക്കെ, അപ്പം എന്തായി, അയാളെ എലക്റ്റഡ് ആയിട്ട് അയാൾ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇത് കോർഡിനേറ്റർ അപ്പം പാർട്ടിസിപ്പൻ്റ് അല്ല, അയാളൊരു എലക്റ്റഡ് ആയിട്ട് സെലക്ട് ആവും. അപ്പോൾ അയാൾക്ക് തന്നെ തിരിച്ച് ഈ പാർട്ടിസിപ്പൻറ്റിന് തന്നെ അതേ നമ്പർ തിരിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് നമ്പറാണെന്ന് മനസ്സിലായി അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 17 നമ്മൾ കോർഡിനേറ്ററായിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ സെൻസ് ആൻ ഇലക്റ്റഡ് മെസ്സേജ് ടു, അപ്പം ഞാൻ എലക്ട് ചെയ്തു എന്ന്, അതായത് നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ടിലെ ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിനും മനസ്സിലാക്കണം 17 ആണ് എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കോർഡിനേറ്റർ. അപ്പം ആ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യുന്നു. അതപ്പോൾ അതിൻ്റെ ഐഡിയോട് കൂടി ദെൻ ഒരു പ്രോസസ്സിനെ ഇലക്റ്റഡ് റിസീവ്സ് അല്ലേ, ബാക്കിയുള്ള പ്രോസസ്സുകൾക്ക് ആ ഒരു ഇലക്റ്റഡ് മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും എന്ത് ചെയ്യും, നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും അല്ലേ. അവർ നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്ന, കാരണം അവിടെ കോർഡിനേറ്ററിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, വൺസ് ദേ ഹാവ് ഓൾറെഡി വോട്ടഡ് ആൻഡ് വൺസ് ദേ ഹാവ് റിസീവ്ഡ് ദി ഇലക്റ്റഡ് മെസ്സേജസ്, ഇവരെന്ത് ചെയ്യും, ഇവരൊക്കെ നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ആൻഡ്
elected and sets its variable and forwards അടുത്ത വേരിയബിളിനെ സെറ്റ് ചെയ്തിട്ട് ആ മെസ്സേജ് ഇങ്ങനെ ഫോർവേഡ് ഇങ്ങനെ ഒരു സൈക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്ററിനെ സെലക്ട് ചെയ്യുന്നത്. അതൊരു റിംഗ്, അതുകൊണ്ടാണ് ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. റിംഗ് ബേസ്ഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിൽ എലക്ഷൻ റിംഗ് ബേസ്ഡ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. റിംഗ് ബേസ്ഡ് എലക്ഷൻ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, സോ അതിനൊരു ഐഡൻറ്റിഫയർ ഉണ്ടായിരിക്കും. ആ ഐഡൻറ്റിഫയർ ഹയസ്റ്റ് നമ്പറിൽ ഐഡൻറ്റിഫയറിനെയാണ് നമ്മൾ കോർഡിനേറ്ററായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ദെൻ സോ ഈ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ 17ലാണ് തുടങ്ങിയതെന്ന് വിചാരിക്കുക. ഐഡൻറ്റിഫയർ ഹയസ്റ്റ് പ്രോസസ് ഐഡൻറ്റിഫയർ എൻകോഡ് സോ ഫാർ ഈസ് 24 ആണ്. പ്രോസസ് ആർ ഷോൺ ഡാർക്കൻഡ്. ഓക്കെ, അപ്പം ഇത് ഓരോന്നും സപ്പോസ് അപ്പോൾ 17, 14, 1, 24 ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പ്രോസസ്സിൽ ഇതിൻ്റെ നമ്പറുകളാണ് ഈ കൊടുത്തിരിക്കുന്നതെങ്കിൽ 24 എന്ന് പറയുന്നത് പ്രോസസ്സ് അല്ല, ഈ ഒരു ഐഡൻറ്റിഫയർ നമ്പർ ആണെങ്കിൽ ഇതിലുള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ ഇപ്പോൾ 24 ആണ് അല്ലേ. അതായത് ഇതുവരെ എത്തുന്നതിൽ ഇപ്പോൾ 17 എന്നാണ് തുടങ്ങിയതെങ്കിൽ 17, 24, 1 ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ആർക്കാണ്? ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 24 ആണ്. അപ്പം 28 എത്തുന്ന വരെ 24 ആണ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അങ്ങനെ ഓരോ ഇപ്പോൾ 28 28 ആണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹയ്യസ്റ്റ് ആരാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ദെൻ E1 മെറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു, E2 മെറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സോ ദിസ് ആർ ദി റിംഗ് ബേസ്ഡ് ഇലക്ഷൻ എന്ന് പറയുന്നതാണ് കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇലക്ഷൻ അൽഗോരിതത്തിൽ 2 ആയിരുന്നു ഉണ്ടായിരുന്നത്, റിംഗ് ബേസ്ഡ് ഇലക്ഷനും ഇനി ബുള്ളി അൽഗോരിതം. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബുള്ളി അൽഗോരിതം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.